വരാൽ സ്വഭാവം കളഞ്ഞ് മെത്രാപ്പോലിത്ത ഒരു കോഴിയെങ്കിലും ആകണം. കർത്താവ് നമ്മുടെ സഭകളിലെ അടിമവിശ്വാസികളെ പോലെ ബോധമില്ലാതെ നടന്നവരോട് ഉപമകളായി സംസാരിച്ചത് എന്തുകൊണ്ടാണ്? എങ്കിലേ അവന്മാർക്ക് വല്ലതും മനസ്സിലാകൂ എന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ മാർത്തോമാ സഭയിൽ വിശ്വാസികൾ വളരെയധികം ബഹുമാനിക്കുന്ന വൈദികനായ ഡോക്ടർ മോട്ടി വർക്കി സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ കൊട്ടാരക്കര കൺവെൻഷനിൽ വെച്ച് വിശ്വാസികളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരാലെന്നും വ്രാലെന്നും ഒക്കെ പറയും. അത് അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് കൃത്യമായിട്ട് എങ്ങനെ വേണേലും ഉച്ചരിക്കും. ഈ വരാലിനൊരു പ്രത്യേകത, വരാൽ എവിടെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ പാർപ്പ് എവിടെയാണെന്ന് നോക്കിയാൽ. പാർപ്പെന്ന് പറഞ്ഞാൽ ഈ വരാല് കുഞ്ഞുങ്ങളുണ്ട്. വരാല് പോകുന്നു, കുഞ്ഞുങ്ങൾ പോകുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ എല്ലാ മെയ് മാസം 1-ാം തീയതിയും ട്രാൻസ്ഫർ കാണുമ്പം വരാലും പാർപ്പും കളിയാണ് നടക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ 1-ാം തീയതി നോക്കിക്കോണം, വരാൽ ഏതാ പാർപ്പ് ഏതാന്ന് നമുക്ക് പെട്ടെന്നറിയാം. ചോദ്യം, ഇത് സഭയ്ക്ക് ഗുണകരമാണോ? വരാലിനേക്കാൾ ഭേദം കോഴിയാ. കാരണം കോഴി ഒരു പരുവം കഴിയുമ്പോൾ കൊത്തിപ്പറിക്കും. ഇത് 15, 16, 20 കൊല്ലമായാലും കൊത്തിപ്പിരിക്കില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മൊത്തത്തിൽ പറഞ്ഞ ഒരുപക്ഷെ പലരും ചിന്തിച്ചിരിക്കാം, എങ്ങനെ ഈ വൈദികന് ധൈര്യമായി ഇപ്രകാരം സംസാരിക്കുവാൻ സാധിക്കുന്നു എന്ന്. ഇപ്രകാരം ആർജവത്തോടെ സധൈര്യം പുരുഷാരത്തിന്റെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കുവാനാണ് ഈ വൈദികൻ ബിഷപ്പ് സ്ഥാനം പോലും വേണ്ട എന്ന് വെച്ചത്. ഐക്യകണ്ഠേനയാണ് ഇദ്ദേഹത്തെ ബിഷപ്പ് സ്ഥാനത്തേക്ക് വിശ്വാസികൾ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ചില വരാലുകൾ നാണംകെട്ട കളി കളിച്ചതിൽ മരുന്നൊന്നാണ് അദ്ദേഹത്തിന് ആ പദവിയോട് തന്നെയുള്ള അമോഹം നഷ്ടപ്പെട്ടത്. ഒന്നിനോടും ആസക്തിയോടും മോഹവും ഭയവും ഇല്ലാത്തവർക്ക് സത്യം മുഖത്ത് നോക്കി വിളിച്ചു പറയുവാൻ ആരെ പേടിക്കണം? ഇത്തരം നിലപാടുള്ള നട്ടലുള്ള വൈദികന് ചുമലക്കുപ്പായമില്ലെങ്കിലും മാർത്തോമാ സഭാംഗങ്ങൾ വില നൽകും, ബഹുമാനിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അവർ ചെവി കൊടുക്കും. അതുകൊണ്ട് മാത്രമായിരിക്കാം മൂർച്ചയുള്ള ഈ നാക്കുകാരൻ സഭയിൽ ഇന്നും വൈദികരായി തുടരുന്നത്. ചെറിൽ പുളയ്ക്കുന്ന വരാലുകൾ സഭയെ ഉരുട്ടിക്കൊണ്ടുപോകുമ്പോഴും സഭയുടെ മോന്താഴം വളഞ്ഞ് തകർന്നു വീഴാത്തത് സഭയുടെ മൂലകളിൽ ഇത്തരം ചുരുക്കം ചില നട്ടലുകളിൽ തട്ടിയാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. മാർത്തോമാ സഭയിൽ ഇന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുവാൻ ചങ്കൂറ്റമുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഈ വൈദികൻ. ഇതുപോലൊരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ സഭയുടെ നിലനിൽപ്പ് തന്നെ അത്യാവശ്യമാണ് എന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്. രാജാവ് നഗ്നനാണെന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ നിഷ്കളങ്ക ബാല്യത്തെ കൊന്നുകളഞ്ഞതായി ചരിത്രത്തിന്റെ ഒരു രേഖകളിൽ പോലും കാണുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതായിരിക്കാം ആ വൈദികന്റെ ഉറപ്പിന്റെ പിൻബലം. വരാല് പൊളയ്ക്കുന്നത് പോലെയുള്ള വളവള കളിക്കുന്ന സഭാധ്യക്ഷൻ മാരാമൺ കൺവെൻഷനിലേക്ക് അന്തസ്സുള്ളവരെ അങ്ങോട്ട് പോയി വിളിക്കുക, പിന്നെ വിളിച്ചില്ലെന്ന് പറയുക. കഴിവുള്ള മെത്രാന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ചമച്ച് അവരെ നാണം കെടുത്തുക, പിന്നെ ചങ്കത്തടിച്ചവരോട് മാപ്പ് പറയുക. സ്തുതിപാഠകരെ അവർ എത്ര തീവട്ടികളാണെങ്കിലും 10-15 വർഷമായാലും ട്രാൻസ്ഫർ കൊടുക്കാതെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. ഈ ഉപജാപക വൃന്ദത്താൽ ചുറ്റപ്പെട്ട സഭാധ്യക്ഷൻ തെന്നിക്കളിച്ച് അവിടെയും ഇവിടെയും തൊടാതെ വളവള കളിക്കുന്നത് കണ്ടപ്പോളായിരിക്കാം ഈ വൈദികൻ വരാലിന്റെ സ്വഭാവം കളഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു കോഴിയുടെ സ്വഭാവമെങ്കിലും സ്വീകരിക്കുവാൻ മെത്രാപ്പോലിത്തയോട് ആവശ്യപ്പെടുന്നത്. കൊത്തിപ്പിരിക്കേണ്ടതിനെ കൊത്തിപ്പിരിക്കേണ്ട സമയത്ത് കൊത്തിപ്പിരിക്കുക തന്നെ വേണം, അത് കോഴിയാണെങ്കിലും മെത്രാനാണെങ്കിലും. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.